കൽപ്പാത്തി രഥോത്സവത്തിന് അല്പസമയത്തിനകം കൊടിയുയരും. നവംബർ 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. ബുധനാഴ്ച വൈകിട്ട് കൽപ്പാത്തി ദേശീയ സംഗീതോത്സവത്തിനും തുടക്കമാണ്. കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ്. ആദ്യം ഈ കുണ്ടമ്പലം എന്നറിയപ്പെടുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് കൊടിയുയരുക. അതിനുശേഷം മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കൊടിയുയരും. ഇതോടുകൂടി തന്നെ കൽപ്പാത്തി തേരിന് ഇന്ന് തുടക്കമാവുകയാണ്. കൽപ്പാത്തിയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കൽപ്പാത്തി തേര് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ഈ തേരിന്റെ സമയത്താണ് ഇവിടേക്ക് എത്തുക. അങ്ങനെ ഈ നാടും നഗരവും ഒക്കെ തന്നെ തേരിന്റെ ഒരു ലഹരിയിൽ അമരുന്ന കാഴ്ചയാണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു ആവേശത്തോടു കൂടി തന്നെ കൽപ്പാത്തി ഈ തേരിനെ വരവേൽക്കുകയാണ്. തീർച്ചയായും അത് ആഘോഷിക്കുക എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ എവിടെ സ്ഥലം എവിടെയാ? ഞാൻ തലശ്ശേരി. കൽപ്പാത്തി തേരിൽ വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. പക്ഷേ 1-ാം തീയതി 2-ാം തീയതി അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസം. പക്ഷെങ്കിൽ ഇന്നാണ് ഇത്തിരി നന്നായിട്ട് ദൈവത്തിനെ തൊഴുതതും നല്ല തിരക്കില്ലാതെ തൊഴാൻ പറ്റിയത്. 14-ാം തീയതി വരുമോ? പിന്നെന്താ, ഞങ്ങൾ ഇനി കുറേ ദിവസം എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വരും. ദിവസം ഉണ്ടാവും. കൊടിയേറുകയാണ് എല്ലാ ദിവസവും വരും. കൽപ്പാത്തിക്കാരല്ലാത്തവർ കൂടി ഈ ദിവസങ്ങളിലൂടെയൊക്കെ എത്തും. ഈ കാഴ്ചകളൊക്കെ കാണാൻ, ഇനി മനോഹരമായിട്ടുള്ള രഥപ്രയാണമൊക്കെ കാണാനായിട്ട് ഇവിടേക്ക് എത്തും. 14-ാം തീയതിയാണ് രഥപ്രയാണം ആരംഭിക്കുക. അതിനുശേഷം 16-ാം തീയതി ദേവരഥ സംഗമം വൈകിട്ട് കൽപ്പാത്തിയിൽ നടക്കും. ഇപ്പോൾ പ്രത്യേകതരം പൂജകളൊക്കെ തന്നെ ഈ കൊടി ഉയർത്തുന്നതിന് മുൻപുള്ള പൂജകളൊക്കെ തന്നെ നടക്കുകയാണ്. നാടും നഗരവും ഒക്കെ തേരിനായിട്ട് ഒരുങ്ങുകയാണ്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.